ഇവര് സാധാരണ പറയാറുള്ള സംഗതി, എന്തിനാണ് ചെറുപ്പത്തിലെ കുട്ടികളെ ഈ മതം പഠിപ്പിച്ച് വളർത്തുന്നത്? അവർ കുറച്ച് വലുതായിട്ട് ഒരു പക്വതയൊക്കെ എത്തിയിട്ട് അവര് സ്വയം തീരുമാനിച്ചോട്ടെ. അത് ഒരു രക്ഷിതാക്കൾ ഇതാണ്. ഇപ്പൊ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR അത് പ്രത്യേകം പറയുന്നുണ്ട്. അതിന്റെ ആർട്ടിക്കിൾ 20 സംതിങ് അതിൽ കൃത്യം ഓരോ രക്ഷിതാക്കൾക്കും ഏത് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് മക്കൾക്ക് ലഭിക്കേണ്ടത് എന്നുള്ളത് രക്ഷിതാക്കൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ എന്റെ മകന് പിന്നെ മതം പഠിച്ചുകൊണ്ട് വളരണം എന്നുള്ള രക്ഷിതാവിന്റെ അവകാശമാണ്. അത് ഒരു യൂണിവേഴ്സൽ റൈറ്റ് ആണ്. അപ്പൊ അത് നമ്മൾ കൊടുക്കണം. മാത്രമല്ല ഇവിടെ ഒരു വിരോധാഭാസം കൂടി നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് അജണ്ട ഉള്ള ആളുകൾ സാധാരണ ഇത് പറയും, മതം പഠിപ്പിക്കരുത് എന്ന് പറയും. പക്ഷെ അവരുടെ പോളിസികൾ വരുമ്പോൾ, അവരുടെ ഉത്തരവുകൾ വരുമ്പോഴൊക്കെ മതരഹിതമായ ഒരു ജീവിതം പഠിപ്പിക്കാൻ ശ്രമിക്കും. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലവിൽ വന്ന് പിന്നെ EMS സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച ഒരു വിദ്യാഭ്യാസ ബില്ലുണ്ട് 1950. ഭയങ്കര വിവാദമായൊരു വിദ്യാഭ്യാസ ബില്ലായിരുന്നു. അതില് പാഠപുസ്തകത്തിൽ ഒരുപാട് പാഠഭാഗങ്ങൾ മാറ്റി, പ്രാർത്ഥനകൾ എടുത്തു മാറ്റി. എത്രത്തോളം വെച്ചാല് അന്ന് പിന്നെ സാമൂഹ്യ പാഠത്തിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെട്ടത് ചൈനയും റഷ്യയൊക്കെയാണ്. സോവിയറ്റ് റഷ്യയും കമ്മ്യൂണിസ്റ്റ് ചൈനയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായി വിമർശിക്കപ്പെട്ടത്. അപ്പോൾ ഏതെങ്കിലും ആശയങ്ങൾ കടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, ചർച്ചകൾ കൊണ്ടുവരുന്നതൊക്കെ ഇതിലാണ് പ്രശ്നമുള്ളത്. അപ്പോൾ അന്ന് ആ ബില്ലൊക്കെ പിന്നീട് സുപ്രീം കോടതി വരെ പോയിട്ടാണ് തള്ളിപ്പോകുന്നത്. അന്ന് സുപ്രീം കോടതിയിൽ ഇവർ വക്കീൽ ഉന്നയിക്കുന്ന വാദം തന്നെ പിന്നെ കേരളത്തില് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മൈനോറിറ്റി അല്ലാന്ന്. വളരെ ബാലിശമായ വാദം തന്നെ തള്ളിപ്പോയി. പിന്നെ അതില് ഭേദഗതി വരുത്തിയിട്ടാണ് പിന്നെ ബില്ല് വരുന്നതൊക്കെ. പിന്നെ അതാണല്ലോ പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ വന്നിട്ട് പിന്നെ വിമോചന സമരത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പൊ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്ന പോലെ തന്നെ മതരഹിതമായ സംഗതികളും ഒരിക്കലും വിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നൊരു സംഗതി. അതേപോലെ തന്നെ മൈനോറിറ്റീസിന്റെ റൈറ്റ്സിനെ, അതിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ അതിലേക്കുള്ള കൊടുക്കുന്ന റൈറ്റ് ആണ്. അതെ, അതിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രൂപത്തിലുള്ള നടപടികൾ ഒരിക്കലും ഭരണകൂടങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നതുമാണ് നമ്മൾ പറയുന്നതിന്റെ സംക്ഷിപ്തമായിട്ടുള്ള